ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും വീടുകളിൽ ഡോർ മാറ്റായിട്ട് നല്ല ഭംഗിയുള്ള ഇതുപോലെയുള്ള ചവിട്ടികളൊക്കെ വാങ്ങിക്കാറുണ്ടായിരിക്കും. പലപ്പോഴും നല്ല വില കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ചവിട്ടികൾ വാങ്ങിക്കാറുണ്ടായിരിക്കുക. നമ്മുടെ വീട് ഭംഗിയായിരിക്കാനും അതേപോലെ തന്നെ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനത്തെ നല്ല വില കൊടുത്ത് വാങ്ങിക്കാറുണ്ടായിരിക്കും. പക്ഷേ ഇതേപോലെയുള്ള ചവിട്ടികൾ നമ്മൾ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലോ അതേപോലെ തന്നെ വെള്ളമാകുന്ന ഭാഗത്തൊക്കെ പ്രത്യേകിച്ചും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഉരുണ്ട് വരാറുണ്ട്. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല നിവർന്ന് നല്ല വൃത്തിയായി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും തന്നെയും ഇതേപോലെ തന്നെ ഇതിരിക്കുകയുള്ളൂ. ഇതിൽ അഴുക്കൊക്കെ പോയി കിട്ടുന്നല്ലാണ്ട് ഈ ഉരുണ്ട് കൂടിയതൊന്നും മാറി കിട്ടുമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ആകെ മൊത്തം വൃത്തികേടായിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ഇതേപോലെ ഉരുണ്ട് കൂടുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചവിട്ടിയാണ് വൃത്തിയാക്കി കാണിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ നല്ല പോലെ ഇങ്ങനെ ഉരുണ്ട് കൂടി ആകെ വൃത്തികേടായിട്ടുണ്ട്. ഇത് നമ്മൾ വേർപെടുത്താൻ നോക്കിയാൽ അങ്ങനെ കിട്ടുന്നുമില്ല. നമ്മളെപ്പോഴും ചവിട്ടുന്ന ഭാഗമൊക്കെ നല്ലോണം തന്നെ ഉരുണ്ട് കൂടി ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാക്കി എടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു കത്രിക മാത്രം മതി. നമ്മൾ നല്ലപോലെ മൂർച്ചയുള്ള ഒരു കത്രിക എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഈ ഉരുണ്ട് കൂടിയിരിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെ വെട്ടി കൊടുക്കാം. ഇങ്ങനെ ഇത് നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്കിങ്ങനെ വെട്ടി കൊടുക്കാം. ഏകദേശം ഒരേ വലിപ്പത്തിൽ വെട്ടിക്കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒരേ വലിപ്പത്തിൽ വെട്ടുക എന്നുള്ളത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇത്രയും ഭാഗം ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇത് മുഴുവനായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഏകദേശമൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ വലിപ്പം കൂടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും. അതൊക്കെ നമുക്കൊന്ന് കത്രിക വെച്ചിട്ട് നല്ലോണം ഒന്ന് വെട്ടി ഒപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഏകദേശം മുഴുവനായിട്ടും തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും അധികം നൂലുകൾ വെട്ടിയെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ചവിട്ടി ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇനി ഒരിക്കലും ഇങ്ങനെ ഉരുണ്ട് കൂടുകയൊന്നുമില്ല. കാരണം ഇതിൻ്റെ നൂലുകൾ ചെറുതായി പോയതുകൊണ്ട് ഇനി ഉരുണ്ട് കൂടില്ല. ഇതേപോലെയുള്ള ചവിട്ടികൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഈ നൂലിൻ്റെ നീളം കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉരുണ്ട് കൂടുന്നത്. അപ്പം ഞാനിവിടെ ചെറുതാക്കിയത് കൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പ്രശ്നം പറ്റിയിട്ടുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. നമ്മൾ ചവിട്ടി വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇങ്ങനെ ഉരുണ്ട് കൂടിയിട്ടുള്ള ആ പ്രശ്നം വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്